ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി വമൻ വാല. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലു തഅ്തീലിൻ്റെയും അഹ്ലു തശ്ബീഹിൻ്റെയും അഹ്ലുസുന്നയുടെയും ആളുകളെ ഉപമിച്ചുകൊണ്ട് പറയുന്ന 7ാമത്തെ ഉപമയാണ് ഇനി പറയാനുള്ളത്. 18ാമത്തെ ക്ലാസ്സിൽ അൽ മസലു സാബിഉ 7ാമത്തെ ഉപമ നഖൂദുൽ മുഅത്തിലി കുല്ലുഹാ സുയൂഫ് ഫലാ തറൂജു അലൈന. തഅ്തീലിൻ്റെ ആളുകളുടെ കയ്യിലുള്ള നാണയങ്ങളെല്ലാം ഓട്ട നാണയങ്ങളാണ്. അതായത് എന്താണ് പറയുക, വാല്യൂ ഇല്ലാത്ത വ്യാജ കറൻസികളാണ്. ഫലാ തറൂജു അലൈന, അത് നമ്മുടെ അടുക്കൽ ചിലവാകില്ല, ആളുകൾക്ക് വേണ്ട, എടുക്കാത്ത കാശാണ്. വബിളാഅത്തുൽ മുശബ്ബിഹി കാസിദ, എന്നാൽ തസ്ബീഹിൻ്റെ ആളുകളുടെ കൈകളിലുള്ള ചരക്കാകട്ടെ അത് കാസിദ, അതായത് റഹീസ, തീരെ വിലയില്ലാത്തതാണ്. വെറും കടലാസ് പോലത്തെ, അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞ ലോട്ടറി ടിക്കറ്റ് പോലത്തതാണ്, തീരെ വിലയില്ലാത്ത സംഗതിയാണ്. വതിജാറത്തുൽ മുവഹിദി, അപ്പോൾ വില കുറഞ്ഞ കറൻസി, ചില നാടുകളുടെയൊക്കെ കറൻസി കണ്ടിട്ടില്ലേ, ലക്ഷം കോടിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു തീപ്പെട്ടി മേടിക്കണമെങ്കിൽ അടക്കം പൈസ ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുപോകേണ്ടി വരും. അങ്ങനത്തെ അതാണ് ബിളാഅത്തുൽ മുശബ്ബിഹി കാസിദ. ഫലാ തൻഫഖു ലദൈന, നമ്മുടെ അടുക്കൽ എന്ത് ചെയ്യൂല, അത് വില പോവില്ല, അതിന് ആരും വില നിശ്ചയിക്കില്ല, വില കാണുകയില്ല. എന്നാൽ വതിജാറത്തുൽ മുവഹിദി യുനാദ അലൈഹ യൗമൽ അർദി അലാ റൂസിൽ അഷ്ഹാദ്, അഹ്ലു തൗഹീദിൻ്റെ ആളുകളുടെ ഇടപാടുകളാകട്ടെ അത് ചരക്ക് സമർപ്പിക്കുന്ന ആ ദിവസത്തിൽ സാക്ഷികളുടെ മുന്നിൽ അത് വിളിച്ചു പറയും, ഹാദിഹി ബിളാഅത്തുനാ റുദ്ദത്ത് ഇലൈന, പൈസ കൊടുത്തവർ പറയും, ഓ മുതലായി, നമുക്ക് കൊടുത്തതിന് അതിനേക്കാൾ ലാഭകരമായ രീതിയിൽ നമുക്ക് ചരക്ക് കിട്ടി എന്ന് പറയും. അപ്പോൾ പൈസയും അതേപോലെ തന്നെ അതിൻ്റെ വിഭവങ്ങളും എല്ലാം ആളുകൾ തൃപ്തിപ്പെടുന്ന, അവർക്ക് സംതൃപ്തി നൽകുന്ന സന്തോഷകരമായ അനുഭവമായിരിക്കും അഹ്ലുസുന്നയുടെ ആളുകൾക്കുള്ളത്. മറ്റുള്ളവരുടേത് ആർക്കും വേണ്ടാത്ത ന്യൂനതകളും കുറവുകളുമുള്ള ഓട്ടനാണയങ്ങളും അതേപോലെ യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു വാല്യൂ ഇല്ലാത്ത കറൻസിയും പോലെയാണ്. അഹ്ലുസുന്നയുടേതാകട്ടെ എല്ലാവരും വാങ്ങിയെടുക്കാൻ മത്സരിക്കുന്ന, ആഗ്രഹിക്കുന്ന വിഭവങ്ങളാണ്. അത് കിട്ടുമ്പോൾ കൊടുത്ത കാശ് മുതലായി എന്നല്ല, ലാഭകരമായി എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. ഇനി അൽ മസലു സാമിൻ 8ാമത്തെ ഉപമ അൽ മുഅത്തിലു കനാഫിഖൽ കീർ, തഅ്തീലിൻ്റെ ആള് ഉലയിൽ ഊതുന്ന കൊല്ലനെ പോലെയാണ്. അയാളുടെ അടുക്കൽ പോയിരുന്നാൽ എന്താണ് ഉണ്ടാകുക, മസലുൽ ജലീസ് അസൂ എന്ന് പറഞ്ഞതുപോലെ, ഇമ്മ അൻ യഹ്രിഖ സിയാബക്, നിൻ്റെ വസ്ത്രം അയാളുടെ അടുപ്പിൽ നിന്ന് ഉയർന്നു പൊന്തുന്ന തീപ്പൊരികൾ കൊണ്ട് കരിച്ചു കളഞ്ഞേക്കും. വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ ഖബീസ, അതല്ലെങ്കിൽ വിയർപ്പും ചെളിയും ഒക്കെ കൂടിയിരുന്നിട്ടുള്ള വൃത്തികെട്ട സ്മെല്ലായിരിക്കും അയാളിൽ നിന്നുണ്ടാകുക. അതേപോലെ തശ്ബീഹിൻ്റെ ആളുടെ ഉപമയാകട്ടെ വൽ മുശബ്ബിഹു കബാഇൽ ഖംർ, മദ്യം വിൽക്കുന്ന ആളെ പോലെയാണ് തശ്ബീഹിൻ്റെ ആൾ. ഇമ്മ അൻ യുസ്കിറക്, ഒന്നുകിൽ നിന്നെയും അയാൾ ലഹരിയുള്ളവനാക്കും, നിനക്ക് തന്നിട്ട് നീ കുടിച്ചിട്ട്. വ ഇമ്മ അൻ യുനജ്ജിസക്, അതല്ലെങ്കിൽ അയാൾ നിന്നെ നജസുള്ളവനാക്കും, നിന്നെ മലിനപ്പെടുത്തും. വൽ മുവഹിദു, തൗഹീദിൻ്റെ ആളാകട്ടെ കബാഇൽ മിസ്ക്, കസ്തൂരി കച്ചവടക്കാരനെ പോലെയാണ്. അപ്പോൾ ഖമർ വിൽക്കുന്ന ആൾ അയാൾ നജസാക്കുമെന്ന് പറഞ്ഞത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അത് എന്താണ്, ബിനാഅൻ അലൽ മഷ്ഹൂരി ഇൻദ അഹ്ലിൽ ഇൽമി മിൻ അന്നൽ ഖംറ നജിസത്തുൻ, മദ്യം നജിസാണ് എന്ന പണ്ഡിതാഭിപ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പറഞ്ഞത്. പക്ഷേ ഇബ്നു ഉസൈമീൻ പറഞ്ഞത് ഫനജാസത്തുഹ മഅനവിയ,
ശരിയായ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നജസ് ഹിസ്സിയല്ല, മഅനവിയാണ്. ആശയാർത്ഥത്തിലാണ് നജസ്. അതല്ലാതെ അത് മറ്റ് നജാസാത്തുകളെ പോലെ ശരീരത്തിലായാൽ, കയ്യിൽ തൊട്ടാൽ അത് നജസാകും എന്ന അർത്ഥത്തിലല്ല എന്നാണ്. ഏതായിരുന്നാലും ഒരു ഫിഖ്ഹിയായ മസലയാണത്. വൽ മുവഹിദു കബാഇഉൽ മിസ്ക്, അഹ്ലുസുന്നയുടെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ സ്ഥിരീകരിക്കുന്ന യഥാർത്ഥ സലഫുകളുടെ രീതി സ്വീകരിച്ച അഹ്ലുൽ ഇസ്ബാത്തിൻ്റെ, അഹ്ലുൽ തൗഹീദിൻ്റെ ഉപമ പറയുകയാണെങ്കിൽ കബാഇഉൽ മിസ്ക്, കസ്തൂരി കച്ചവടക്കാരനെ പോലെയാണ്. അയാളുടെ അടുക്കൽ എന്താണ് ഗുണം മാത്രമേ ഉള്ളൂ. ഇമ്മ അൻ യുഹദിയക്, അയാൾ നിനക്ക് എന്ത് ചെയ്യും? സുഗന്ധം നൽകിയേക്കും. വ ഇമ്മ അൻ യബിഅക്, അല്ലെങ്കിൽ നിനക്ക് അയാളത് പൈസക്ക് വിൽക്കുമായിരിക്കും. അയാളിൽ നിന്ന് നിനക്ക് പണം കൊടുത്ത് സുഗന്ധം വിലക്ക് വാങ്ങാം. വ ഇമ്മ അൻ തജിദ മിൻഹു റായിഹത്തൻ ത്വയ്യിബ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മസലുൽ ജലീസ് സൂ വ മസലുൽ ജലീസ് അസ്വാലിഹ്, നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉപമയിൽ പറഞ്ഞതുപോലെ, കസ്തൂരി കച്ചവടക്കാരൻ ഒന്നുകിൽ സുഗന്ധം തരും, കസ്തൂരി നിനക്ക് പുരട്ടിത്തരും, അല്ലെങ്കിൽ നിനക്ക് വില കൊടുത്ത് വാങ്ങാം. രണ്ടും ഇല്ലെങ്കിൽ അയാളെ ചുറ്റിപ്പറ്റി നടന്നാൽ എന്ത് കിട്ടും? അൻ തജിദ മിൻഹു റായിഹത്തൻ ത്വയ്യിബ, സുഗന്ധം നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. അതാണ് അഹ്ലുസുന്നയുടെ യഥാർത്ഥ ആളുകളുടെ നിലപാടും അല്ലാത്തവരുടെ നിലപാടും. അൽ മസലു താസിഅ, ഒമ്പതാമത്തെ ഉപമ, അൽ മുഅത്തിലു ഖദ് തഖല്ലഫ അൻ സഫീനത്തിൻ നജാത്ത് വലം യർകബ്ഹ. വെള്ളം പൊങ്ങുന്ന പ്രളയം നമുക്കൊക്കെ ഉണ്ടായതാണല്ലോ. ആ പ്രളയ സന്ദർഭത്തിൽ രക്ഷയുടെ കപ്പലുമായി, തോണിയുമായി വന്നിട്ട് അതിൽ കയറാൻ കൂട്ടാക്കാതെ പിന്തി നിന്നവനെ പോലെയാണ് അഹ്ലു തഅ്തീലിൻ്റെ ഉപമ. ഫഅദറകഹു തൂഫാൻ, അങ്ങനെ അയാളെ പ്രളയം പിടികൂടി, അയാൾ മുങ്ങിച്ചത്തു. വൽ മുശബ്ബിഹു, എന്നാൽ തശ്ബീഹിൻ്റെ ആളുകളാകട്ടെ ഖദ് ഇൻകസറത് ബിഹി ഫിൽ ലുജ്ജ, ആഴമേറിയ കടലിൽ തകർന്നടഞ്ഞ അറ്റ്ലാന്റിക് കപ്പലിനെ പോലെ തകർന്നു പോയ ഒരു കപ്പൽ ദുരന്തത്തിൽപ്പെട്ട ആളെ പോലെയാണ്. ഇൻകസറത്ത് എന്ന് പറഞ്ഞെങ്കിൽ തകർന്നു. ഫഹുവ യുഷാഹിദുൽ ഗറഖ ബിൽ അയാൻ, കണ്ണുകൊണ്ട് നേർക്കാഴ്ചയായി മുങ്ങിച്ചാകുന്നത് കാണുന്ന ഒരുവനാണ്. അപ്പോൾ രണ്ടുപേരുടെയും ദുരന്തം, ഒരാൾ ശരിയായ രക്ഷയുടെ കപ്പലിൽ കയറിയില്ല, അങ്ങനെ അപകടത്തിൽപ്പെട്ടു. രണ്ടാമത്തെ ആൾ കയറി, പക്ഷേ ആ കപ്പൽ തകർന്നു, അയാളും എന്ത് ചെയ്തു? അയാളുടെ പതനവും നാശവും കൺമുന്നിൽ കണ്ട് അങ്ങനെ നശിച്ചു. വൽ മുവഹിദു ഖദ് റകിബ സഫീനത നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പൽ അഥവാ രക്ഷയുടെ കപ്പലിൽ കയറി രക്ഷപ്പെട്ട വിശ്വാസിയുടെ നിലപാടാണ് തൗഹീദിൻ്റെ ആളുകൾക്കുള്ളത്, അഹ്ലുസുന്നയുടെ നിലപാട്. വഖദ് സ്വാഹ ബിഹിർ റുബ്ബാൻ, ആ കപ്പലിൻ്റെ കപ്പിത്താൻ വിളിച്ചു പറഞ്ഞു, ഇർഖബു ഫീഹാ ബിസ്മില്ലാഹി മജ്റേഹാ വ മുർസാഹ ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം. അതിൽ കയറി അള്ളാഹുവിൻ്റെ നാമത്തിൽ അവർ സഞ്ചരിച്ചു, നങ്കൂരമിട്ടു. എന്നിട്ടതിൽ സന്തോഷത്തോടു കൂടി അവർ പറയണം, ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം. ആ ഒരു നിലപാടാണ് അഹ്ലുസുന്നയുടെ ആളുകൾ. ഇനി 10ാമത്തെ ഉപമ, അതോടുകൂടി ഈ 10 ഉപമകൾ ഇബ്ൻ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അവസാനിക്കാം. മൻഹലുൽ മുഅത്തിൽ, തഅ്തീലിൻ്റെ ആളുകളുടെ പാനപാത്രം അല്ലെങ്കിൽ പാനസ്ഥലം, വെള്ളം കുടിക്കുന്ന സ്ഥലം, അത് കസറാബിൻ ബിഖിഅത്തിൻ യഹ്സബുഹുൽ ളംആനു മാഅ, മരുഭൂമിയിലെ മരീചിക പോലെയാണ്. ദാഹിച്ചു വലയുന്ന ആൾ വെള്ളമാണ് എന്ന് വിചാരിച്ച് മരീചികയുടെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുന്നു. അപ്പോൾ ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ഷൈഅ, ഒന്നും അയാൾക്ക് കാണാൻ പറ്റുന്നില്ല. മരീചിക എന്താണെന്ന് മനസ്സിലായില്ലേ? നല്ല ചൂടുള്ള സമയത്ത് ടാരറ്റ് റോട്ടിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, ദൂര സ്ഥലത്ത് നോക്കുമ്പോൾ വെള്ളം പൊട്ടി ഒഴുകുന്നത് പോലെ തോന്നും. അതെന്താണ്? ഒരു തോന്നൽ മാത്രമാണ്.
അപ്പോൾ ദാഹം തീർക്കുവാനുള്ള സ്ഥലമായി അഹ്ലു തഅ്തീലിൻ്റെ അടുക്കലുള്ളത് ആകെ സറാബ് മാത്രമാണ്, ഈ മരീചിക. അതിൽ ഓടിച്ചെന്നാൽ അവിടെ വെള്ളം കിട്ടാനില്ല, ദാഹം തീർക്കാനൊന്നുമില്ല. അപ്പോൾ ഫറജ അഹാസി അൻ ഹസീറ, നിരാശനും പരാജിതനുമായി ഖേദപൂർവം അയാൾക്ക് മടങ്ങേണ്ടി വരുന്നു. മഷറബുൽ മുഷബ്ബിഹി, എന്നാൽ തഷ്ബീഹിൻ്റെ അഥവാ തംസീലിൻ്റെ ആളുടെ പാനസ്ഥലമാകട്ടെ, വെള്ളം കുടിക്കാനുള്ളതാകട്ടെ, മിമ്മാ ഇൻ ഖദ് തഗയ്യറ തഅമുഹു വലൗനുഹു വരീഹുഹു ബിൻ നജാസത്തി തഗയ്യറ, വൃത്തികേട് നജസ്സുകൾ കലർന്ന എല്ലാവരുടെയും അഴുക്കുകൾ കൊണ്ടുവന്നിട്ട് അഴുക്ക് ചാല് ആയി മാറിയ, അഴുക്ക് ചാലിൻ്റെ ഓടയിൽ നിന്ന് കുടിക്കാൻ വെള്ളമെടുക്കുന്നവനെ പോലെയാണ്. അതിൻ്റെ ത്വഅമ്, രുചി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, നിറം മാറിയിട്ടുണ്ട്, സ്മെല്ല് മാറിയിട്ടുണ്ട്. ഇങ്ങനെ നജസ്സുമായി ആകെ കൂടിക്കലർന്ന അഴുക്ക് ചാലിലെ വെള്ളം, അത് കുടിക്കാനെടുക്കുന്ന ആളുടെ ഉപമയാണ് തംസീലിൻ്റെ ആളുടെ. എന്നാൽ വമഷറബുൽ മുവഹിദ്, അഹ്ലുസുന്നയുടെ തൗഹീദിൻ്റെ ആളുകളുടെ പാനസ്ഥലമാകട്ടെ, അവർക്ക് കുടിക്കാനുള്ള വെള്ളം മിൻ കഅസിൻ കാന മിസാജുഹ കാഫൂറ, കർപ്പൂരത്തിൻ്റെ ചേരുവയുള്ള സ്വർഗീയ പാനീയമാണ്. ഐനൻ യശറബു ബിഹ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹ തഫ്ജീറ, അള്ളാഹുവിൻ്റെ അടിമകൾ, അള്ളാഹുവിൻ്റെ ദാസന്മാർക്ക് അള്ളാഹു ഒഴുക്കി കൊടുക്കുന്ന സ്വർഗീയ പാനീയം, അതാണ് അവർക്കുള്ള പാനീയം. വഖദ് സമ്മൈതുഹ ബിൽ കാഫിയത്തി ശാഫിയ ഫിൽ ഇൻതിസാരി ലിൽ ഫിർഖത്തി നാജിയ. അപ്പം നൂനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പദ്യ സമാഹാരത്തിന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ പേര് വഖദ് സമ്മൈതുഹ, ഞാനതിന് പേരിട്ടു എന്ത്, ബിൽ കാഫിയ അഷാഫിയ ഫിൽ ഇൻതിസാരി ലിൽ ഫിർഖത്തി നാജിയ. ഫിർഖത്തു നാജിയയെ അഥവാ രക്ഷപ്പെടുന്ന കക്ഷി അഹ്ലുസുന്നയെ സഹായിക്കുന്ന വിഷയത്തിൽ, അഥവാ അവരുടെ ആശയവും ആദർശവും വ്യക്തമാക്കുന്ന കാഫിയ അഷാഫിയ, മതിയായതും ശമനം നൽകുന്നതുമായ വിവരണം. വഹാദ ഹീനു ശുറൂഇ ഫിൽ മുഹാക്കമ വല്ലാഹുൽ മുസ്തആൻ. ദാ ഇവിടെ തുടങ്ങുകയാണ്. അള്ളാഹുവാണ് സഹായം ചോദിക്കപ്പെടുന്നവൻ. വ അലൈഹി തുഖലാൻ, അള്ളാഹുവിനോടാണ് നമുക്ക് സഹായം ചോദിക്കാനുള്ളത്, അവനെയാണ് അവലംബിക്കാനുള്ളത്, അവനിലാണ് തവക്കുലാക്കുന്നത്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല. ഗുണം വരുത്തുവാനും ദോഷം മാറ്റുവാനും അവന് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ അറിയാൻ, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. അത് കൂടുതൽ പഠിക്കാനും ശരിയായ പാതയിലൂടെ മുന്നേറാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഈ 10 ഉപമകളും ഉദാഹരണങ്ങളും ശ്രദ്ധിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് അത്ഭുതകരമായി മനസ്സിലാകുന്ന ബോധ്യപ്പെടുന്ന ചില സംഗതികളുണ്ട്. ഒന്ന്, ഇബ്നുൽ ഖയ്യിം എന്ന ഈ ഗ്രന്ഥകാരൻ്റെ ഭാഷാപരവും അതേപോലെ ഇൽമിയായിട്ടുമുള്ള അദ്ദേഹത്തിൻ്റെ ഖുദ്റത്ത്, കഴിവ്. വ്യത്യസ്ത ശൈലികളിൽ വ്യത്യസ്ത പദങ്ങളിലൂടെ അദ്ദേഹം ഈ ആശയത്തെ നമുക്ക് മുമ്പിൽ വരച്ച് കാണിക്കുകയാണ്. അത് ഓരോന്നും വളരെ കൃത്യവും അതേപോലെ തന്നെ കൃത്യമായ വിവരത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ഈ 2 പണ്ഡിതന്മാർക്കും അതേപോലെ ഇസ്ലാമിൻ്റെ ശരിയായ വിജ്ഞാനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച എല്ലാ ആലിമ്യങ്ങൾക്കും ഇമാമിയങ്ങൾക്കും അർഹമായ മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ശിഷ്യഗണങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തി ഇരു ലോകത്തും വിജയിപ്പിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ മഹത്തുക്കളായ ഉലമാക്കളുടെയും അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെ സമ്മേളിക്കുവാനുള്ള തൗഫീഖ് മഹാഭാഗ്യം അള്ളാഹു നൽകി സാധുക്കളായ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.